Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ Rockerzന്റെ 450 എന്ന് പറയുന്ന Rockerz 450 ആ പേരിലുള്ള ഒരു ഹെഡ്ഫോൺ, അതായത് ഒരു വയർലെസ് ഹെഡ്ഫോൺ ആണ്. അതേസമയം ഓക്സ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വയേർഡ് ഹെഡ്ഫോൺ ആയിട്ട് മാറ്റാൻ സാധിക്കും. സോ ഈ ഒരു ഹെഡ്ഫോണിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഹെഡ്ഫോൺ? നല്ല ക്വാളിറ്റി ആണോ, നല്ല കണക്ടിവിറ്റി ആണോ, അതേപോലെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടോ, ഓവറോൾ ഈ ഒരു ഹെഡ്ഫോൺ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങളൊരു ഹെഡ്ഫോൺ 1000 രൂപ റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിനെ പരിഗണിക്കാം. ബട്ട് അതിന് മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഈ ഒരു ഹെഡ്ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ്. ഓൾറെഡി കൊടുത്തതാണോ, ഇനി കൊടുക്കാനുള്ളതല്ല. അതിൻ്റെ ആൾക്കാരുടെ അഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്താൽ അറിയാം, തൃക്കൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് മൊത്തമായിട്ടും ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം ഇവിടെ അടുത്തൊന്നും ഇല്ലെങ്കിലും കുറച്ച് അപ്പുറമൊക്കെ ആയിട്ട് പലർക്കും കൊറോണ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് മാറിയിട്ട് വേണം, ഒരു 5-10 ദിവസം ആവും തോന്നുന്നു മൊത്തത്തിലൊന്ന് റിലീസായി പുറത്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് എല്ലാവർക്കും കൊറിയർ ചെയ്ത് തരാം. എന്തായാലും ഈ ഒരു ഹെഡ്ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ്. കാണാൻ നല്ല സ്റ്റൈലിഷ് ആയ ഒരു പാക്കിംഗ് ആണ്, നല്ലൊരു ഡീസൻ്റ് ആയ ഒരു ബോക്സിങ്. നമ്മൾ ഇതിനേക്കാൾ വില കൂടിയ ഷവോമിയുടെ ഒരു ഹെഡ്സെറ്റ് കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടൊരവസ്ഥയായിരുന്നു അത് കണ്ടത്. അത്ര ഒരു നല്ല പാക്കിംഗ് ആയിരുന്നില്ല. ബട്ട് ഇത് 1400 റേഞ്ച് വരുന്നുള്ളൂ. ബട്ട് ഇതൊരു നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഓക്സ് കേബിളും അതേപോലെ ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹെഡ്ഫോൺ, ബാക്കിയെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഫോണിലേക്ക് വരാം. ഹെഡ്ഫോണിൻ്റെ കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം പ്ലാസ്റ്റിക് തന്നെയാണ് നമുക്ക്, പക്ഷേ ആ ഒരു പ്ലാസ്റ്റിക്കിന് തന്നെ ഒരു ക്വാളിറ്റി ഉണ്ട്. സോ ഇത് ബിൽറ്റ് ക്വാളിറ്റി വെച്ച് ഞാൻ അത്ര ഡിസപ്പോയിൻറ്റിംഗ് ഒന്നും അല്ല. ആ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഒരു തരക്കേണ്ടത് നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഇതിൻ്റെ ഫ്രെയിമിന് മൊത്തം ഉണ്ട്. ബട്ട് പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയുകയാണ്, ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ തനി പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് ബലം പിടിക്കുകയോ താഴെ വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, അത്രേ ഉള്ളൂ. ആ ഒരു സ്ട്രോങ്നെസ് അത്രേ ഉള്ളൂ സാധാരണ. കാരണം ഒരു ചീപ്പ് പ്ലാസ്റ്റിക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നത് നല്ലൊരു സോളിഡ് ആയ നല്ലൊരു ഡിവൈസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ കാണാനും ഇൻഹാൻഡ് ഫീലും നല്ല ക്വാളിറ്റി ഉണ്ട്. ബട്ട് കെയർഫുൾ ആയിരിക്കുക, താഴെ വീണാൽ പൊട്ടും. സോ അതാണ് ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഓവറോൾ ലുക്കിങ്ങിന് ഒരു നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇതിൻ്റെ കുഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്, നല്ല ഡീസൻ്റ് ആയിട്ട് നമുക്ക് ചെവിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇത്തിരി പ്രസ്സായി ഇരിക്കുന്നുണ്ട്. കുറച്ചധികം നേരം ഉപയോഗിച്ചാൽ ഹീറ്റ് ആവും. ബട്ട് എങ്കിൽ പോലും ഒരു സോഫ്റ്റ് ആയ കുഷനൊക്കെ തന്നെയാണ്. യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. മുകളിലും ഒരു കുഷൻ പാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതും തലയുടെ മുകളിൽ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. സോ ഓവറോൾ ഇത് കംഫർട്ടാണ്. ബട്ട് ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് എൻ്റെ തല ഇത്തിരി നീളം കൂടി ഇത്തിരി വലിയ തലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ്ഫോൺ ഇതിൻ്റെ മാക്സിമം ലെവലിലേക്ക് നമ്മൾ എടുക്കുന്നു. ഇങ്ങനെ മാക്സിമം ലെവലിലേക്ക് എടുത്തിട്ട് പൊസിഷൻ നോക്കി നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റാണ്. പക്ഷേ ഇതിനേക്കാൾ കുറച്ച് വലുപ്പം കൂടിയ തലയെങ്ങാനോ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ പണിപാളും, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് കറക്റ്റാണ്. ഇത് വിട്ട് എനിക്കൊന്നും കാണിക്കാനില്ല. ഇത് കറക്റ്റ് ലെവലാണ്. അപ്പം അത്യാവശ്യം എൻ്റെ ഒരു ഹെഡ് ലെവൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. കുറച്ച് വലിയ തലയുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാവും. എന്നാൽ നോർമൽ ആയിട്ടുള്ള പേഴ്സൺസിനൊന്നും ബുദ്ധിമുട്ട് വരില്ല. എനിക്ക് കറക്റ്റ് ആംഗിളിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ഹെഡ്ഫോണുകൾ, ബോട്ടിൻ്റെ തന്നെ മറ്റു ചില ഹെഡ്ഫോണൊക്കെ നോക്കിയാൽ കുറച്ചും കൂടി വലുതായിരിക്കും ഉണ്ടാവാറുള്ളത്. പല ഹെഡ്ഫോണും ഇത്തിരി വലുതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത് കറക്റ്റ് അളവാണ്. അതുകൊണ്ട് ഒരു നോർമൽ ഹെഡ്സിനൊക്കെ ഓക്കെയാണ്. വലിയ തലയുള്ളവർക്ക് അത്ര സെറ്റ് ആയിരിക്കില്ല. എങ്കിലും നോർമൽ യൂസിന് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ബാക്കി വെക്കുമ്പോഴുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സോ ഒരു കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി കൂടിയാണ്. ബട്ട് ഈ ഒരു വലിപ്പത്തിൻ്റെ കാര്യമൊന്നും പ്രത്യേകം ഓർത്ത് വെക്കുക. ഓവറോൾ നല്ല കംഫർട്ട് ഉണ്ട്, ബെൽറ്റ് ക്വാളിറ്റി ഉണ്ട്. സോ ബോട്ടിൻ്റെ ഒരു ഹെഡ്ഫോൺ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നല്ല ക്വാളിറ്റിയാണ്. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളും നോക്കിയാൽ ബ്ലൂടൂത്ത് 4.2 ആണ്. ഇപ്പോൾ ഒരുപാട് ഹെഡ്ഫോണുകൾ ബ്ലൂടൂത്ത് 5 ആയിട്ട് വരുന്നുണ്ട്. സോ ഇതിനേക്കാൾ നല്ല കണക്ടിവിറ്റി സംവിധാനങ്ങളുള്ള ഹെഡ്ഫോണുകളുണ്ട്. ബട്ട് നോർമലി നമ്മളൊരു പാട്ട് വെച്ചിട്ട് അവിടെ ഇരുന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഗെയിം കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു റൂമിനകത്ത് പാട്ട് കേൾക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. കുറച്ച് അപ്പുറത്തോട്ട് കടക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയുടെ ഡിഫറൻസ് വരും. ഡിസ്കണക്ട് ആവുന്ന ആ ഒരു ബ്ലൂടൂത്ത് 5ൻ്റെ ഒരു പവർ കിട്ടാത്തൊരവസ്ഥയുണ്ട്. ബട്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല. നോർമൽ യൂസിനൊന്നും പ്രശ്നമില്ല. ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റിയും കംഫർട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നോർമൽ ഒരു റൂമിനകത്ത് ഉപയോഗിക്കാൻ, ഫോണിൽ കളിക്കാൻ, പാട്ട് കേൾക്കാൻ, സിനിമ കാണാനൊക്കെ ഡീസൻ്റ് ആയ ഒരു ഓപ്ഷനാണ്. സോ കണക്ടിവിറ്റിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് ബ്ലൂടൂത്ത് 4.2 ആണെന്ന് മാത്രം ഒന്ന് ഓർക്കുക. ഈ റേഞ്ചിലോ ഇതിൽ കൂടിയ റേഞ്ചിലോ ഒക്കെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 5 ഉള്ള ഹെഡ്ഫോണുകൾ കിട്ടാനുണ്ട്. ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഈ ഒരു സംഗതി ഞാൻ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. കുഴപ്പമില്ല. ബ്ലൂടൂത്ത് 4.2 ആയതുകൊണ്ടും നല്ലൊരു കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. അതായത് ഡിസ്കണക്ട് ആവുക, കണക്ടിവിറ്റിയിൽ പ്രോബ്ലം, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. സ്റ്റേബിളായ കണക്ഷനാണ്. സോ കണക്ടിവിറ്റി പരമായിട്ട് പ്രശ്നമില്ല. പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എനേബിൾഡ് ആണ്. ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പോർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്സ് കേബിളിനുള്ള പോർട്ടുണ്ട്, മൈക്രോ USB പോർട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് 2-3 ബട്ടണുകൾ. സെൻട്രലിലുള്ളത് പ്ലേ പൗസ് ബട്ടനാണ്. അതേപോലെ പവർ ഓൺ ഓഫിനുള്ള ബട്ടണും കൂടിയാണ്. അപ്പുറം ഇപ്പുറമായിട്ട് പ്ലസ് മൈനസ് ബട്ടണുകളും കാണാം. വോളിയം കൂട്ടാനും കുറയ്ക്കാനും നെക്സ്റ്റ് അടിക്കാനും ഒക്കെയുള്ള ബട്ടണുകൾ. ഇങ്ങനെ 2-3 ബട്ടണുകളാണ് ഇതിനകത്ത് വരുന്നത്. അത് റൈറ്റ് പാഡിങ്ങിനകത്തായിട്ട് വരുന്നുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ
ബിൽഡ് ക്വാളിറ്റി, കണക്ടിവിറ്റി, വോയിസ് അസിസ്റ്റൻറ്റ് സംവിധാനങ്ങൾ എല്ലാം ഒരു ഡീസൻ്റ് ആയ പാക്കേജാണ്. ഈ ഒരു പ്രൈസിൽ നമ്മൾ ഇതൊക്കെ കിട്ടുന്നത് വളരെ നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ലൈഫാണ്. ഒരു 15 അവേഴ്സ് ബാറ്ററി ലൈഫാണ് കമ്പനി പറയുന്നത്. നമുക്കിതിനകത്ത് കിട്ടും തോന്നുന്നു ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടും. ഞാൻ അത്ര അഗ്രസീവായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു 2-3 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ബാറ്ററിക്ക് ഒരു അനക്കൊന്നും തട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ലോസ് ഇല്ല. അതുകൊണ്ട് ഏകദേശം ഒരു 10-15 മണിക്കൂർ അവർ പറയുമ്പോഴും ഒരു 10 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സോ ഒരു നല്ല ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോണിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററി ലൈഫും കുഴപ്പമില്ലാത്ത നല്ലൊരു സെറ്റാണ് ഈ ഒരു ഹെഡ്ഫോണിനകത്ത് കിട്ടുന്നത്. ഇനി അടുത്ത കാര്യം കോൾ ക്വാളിറ്റി. നമ്മൾ ഇതിനകത്ത് കോളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ്, ബിലോ ആവറേജ് ലെവലിൽ തന്നെയുള്ളൂ. ഒരു എക്സലന്റ് ക്വാളിറ്റി ഒന്നും മിക്കവാറും ഈ റേഞ്ചിൽ ഒരു ഹെഡ്ഫോണിൽ നമ്മൾ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും കോളിങ്ങിന് വേണ്ടി നിങ്ങളത് എടുത്താൽ അത്ര ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് ആയിരിക്കില്ല കിട്ടുക. ഒരു ആവറേജ് ലെവലിൽ തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. കോളിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇനി നമ്മൾ സൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കൊള്ളാം, ഒരു അടിപൊളിയാണ്. ഈ ഒരു 1400 രൂപ റേഞ്ചിൽ ഒരു ഹെഡ്ഫോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ബേസ്, പഞ്ചിയായ സൗണ്ട്, ഒരു നല്ല എഫക്റ്റ്. ആ പ്രൈസ് കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. അതിനേക്കാൾ കൂടിയ പ്രൈസിൽ അതിനേക്കാൾ കൂടിയ ബേസും പഞ്ചിയും കാര്യങ്ങളൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഹെഡ്സെറ്റുകൾ ഉണ്ടാവാം. ബട്ട് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു റേഞ്ചിൽ ഞാൻ ഒരു 3-4 ഹെഡ്ഫോണുകൾ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ആയിരുന്നു ഇൻഫാക്ട്. ബട്ട് ഇതും ഒരു നല്ല പഞ്ചിയായ ബേസും കാര്യങ്ങളും ഉണ്ട്. അപ്പം തന്നെ ബാക്കി എല്ലാ സൗണ്ടും കാര്യങ്ങളും ഒരു ആവറേജ് ലെവലിൽ കിട്ടുന്നുണ്ട്. സോ സൗണ്ട് ക്വാളിറ്റി വൈസും ഈ ഒരു ഹെഡ്ഫോൺ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ച് നല്ല ഒരു ഐറ്റം ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഓവറോൾ സൗണ്ട് ക്വാളിറ്റിക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാം. അത്യാവശ്യം ബേസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കാരണം അത്യാവശ്യം ബേസും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ ഒരു സൗണ്ട് ക്വാളിറ്റി വൈസും ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. ആ പ്രൈസിന് ഒരു ഗുഡ് ക്വാളിറ്റിയാണ് ഈ ഒരു ബോട്ട് റോക്കേഴ്സിന്റെ 450 എന്ന് പറയുന്ന ഈ ഹെഡ്ഫോൺ. ഇനി ഗെയിമിങ്ങിന്റെ കാര്യം, അതായത് ഗെയിം കളിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചാൽ നല്ല കണ്ടീഷൻ ആയിരിക്കും. സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ട്? നല്ല ക്ലാരിറ്റിയാണ്. നമുക്ക് എല്ലാ ഗെയിമിന്റെ മൂവ്മെന്റും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ലേറ്റൻസി നോർമലി നമ്മൾ കളിക്കുമ്പോഴൊന്നും കാണാനില്ല. ഇനി ഇത് ബാറ്ററി ലോ ആയി കഴിയുമ്പോൾ ലേറ്റൻസി വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആ ഒരു പെർഫെക്ഷൻ ഒന്നുമില്ല. വയേർഡ് ഹെഡ്ഫോണിന്റെ പെർഫെക്ഷൻ ഇല്ല. എങ്കിലും സാധാരണ മറ്റു ചില ഹെഡ്ഫോണുകൾ കാണുന്ന ഭയങ്കരമായ ലേറ്റൻസി, വെടിവെച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് വെടിയുടെ ശബ്ദം കേൾക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ PUBG കളിക്കുമ്പോൾ, അത്തരത്തിലുള്ള ഒരു ദാരുണമായ അവസ്ഥയൊന്നുമില്ല. നോർമലി കളിക്കുന്ന പോലെ നമുക്ക് കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ബട്ട് കോമ്പറ്റേറ്റീവ് ലെവലിലോ അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ഭയങ്കര ഷാർപ്പായിട്ട് ഭയങ്കര പ്രോ ലെവലിൽ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വയേർഡ് തന്നെ ചൂസ് ചെയ്യുന്നതാവും നല്ലത്. കാരണം ഇത്തരം ഹെഡ്ഫോണുകൾ, പ്രത്യേകിച്ചും ബഡ്ജറ്റ് റേഞ്ചിലെ ഹെഡ്ഫോണുകളിൽ അത്ര വലിയൊരു ആക്യുറസി പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് ഇത് ഫുൾ ചാർജ് ഇപ്പോൾ ഉള്ള ഒരു കണ്ടീഷനാണ് ഞാൻ ഉപയോഗിച്ച്. ഞാൻ പറഞ്ഞു 2-3 മണിക്കൂറൊക്കെ ഞാൻ കണ്ടിന്യൂഷൻ ആയിട്ട് ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കിയപ്പോൾ എനിക്ക് ഒരു കുഴപ്പം തോന്നിയില്ല. നൈസായിട്ട്, ഞാനൊരു സാധാരണ കളിക്കാരനാണ്, എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നവും, എനിക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റി. സോ അപ്പോൾ ഏത് ഗെയിമാണെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കാണുന്നത്. ബട്ട് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് ലെവൽ ഭയങ്കര അഗ്രസീവ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നെങ്കിൽ വയേർഡ് ഹെഡ്ഫോണുകൾ നോക്കുക. ബട്ട് ഇതിനും പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഹെഡ്ഫോണിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്ലസ് പോയിന്റ്, ഇതിനകത്ത് ഓക്സ് കേബിൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ അതങ്ങ് കണക്ട് ചെയ്താൽ വയേർഡ് ഹെഡ്ഫോൺ ആയി. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ വയേർഡ് ഹെഡ്ഫോണിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ലേറ്റൻസി ഒരു ഇഷ്യൂ ആയിരിക്കില്ല. സോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വയർഡായിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം, വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാം. ലേറ്റൻസി തോന്നുവാണെങ്കിൽ നിങ്ങൾ ഓക്സ് കേബിൾ കണക്ട് ചെയ്താൽ വയർഡായിട്ട് യൂസ് ചെയ്യാം. സോ ഗെയിമിങ്ങിന് ഈ 2 ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഗെയിമിങ്ങിനും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത് നോക്കി 2 രീതിയിലും രണ്ടും കൊള്ളാം. സോ സൗണ്ട് ക്വാളിറ്റിയും ഗെയിമിങ്ങും എല്ലാം നോക്കിയാലും ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ആയിട്ടാണ്, ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. ആകെ ഈ ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ചത് എനിക്ക് ഇത്തിരി പോരായ്മയായിട്ട് തോന്നിയത്, ഈ ഒരു പ്രൈസിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് കോൾ ക്വാളിറ്റി ഒരു ആവറേജ് താഴെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ മിക്കവാറും എല്ലാ ഹെഡ്ഫോണുകളും അങ്ങനെ തന്നെയാണ് ഈ റേഞ്ചിൽ ഉള്ളതെന്നുള്ളത് കൊണ്ട് അതൊരു വലിയ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല. സോ ബോട്ടിൻ്റെ ഒരു ഹെഡ്ഫോൺ ഈ ഒരു 450 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചാലും കുറച്ചാലും ഉപയോഗിക്കാം. ബിൽറ്റ് കാണാനും കയ്യിൽ ഫീലും നന്നായിട്ടുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ആണ്, താഴെ വീണാൽ പൊട്ടും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ കോളിന് വേണ്ടി എടുക്കേണ്ട, ബിൽറ്റ് ക്വാളിറ്റി സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ബാക്കി ഓവറോൾ ഒരു കാര്യം കൂടി, ഇതിൻ്റെ തലയിൽ വെക്കുമ്പോൾ വലുപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് കറക്റ്റ് കംഫർട്ടാണ്. ഞാൻ ഒന്നുകൂടി വെക്കാം, കണ്ടോ, ഇത് കറക്റ്റ് കംഫർട്ടാണ്. എൻ്റെ ചെവി ഫുള്ളായിട്ട് മൂടിയിട്ട് തന്നെ ഇല്ല, കറക്റ്റ് കംഫർട്ടാണ്, എല്ലാം സെറ്റാണ്. സൗണ്ട് ഒക്കെ നല്ല ക്വാളിറ്റി സെറ്റപ്പാണ്. ബട്ട് ഇത്തിരി വലിയ തലയുള്ള ആൾക്കാരാണെങ്കിൽ പ്രശ്നമാവും, കാരണം അതിനപ്പുറത്തേക്ക് ഒരു വലുപ്പം തന്നെ ഇല്ല. മാക്സിമത്തിലാണ് എൻ്റെ ചെവിമ കറക്റ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഈ 2-3 കാര്യങ്ങളൊന്നും മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാവുന്ന, ഈ പ്രൈസിൽ കിട്ടാവുന്ന 1-2 നല്ല ഹെഡ്ഫോണുകളുടെ കൂട്ടത്തിലെ ഒരു നല്ല ഹെഡ്ഫോണാണിത്. ഇതാണ് ഏറ്റവും നല്ലതെന്നല്ല, ഇതുപോലത്തെ നല്ല ഹെഡ്ഫോണുകൾ ബോട്ടിൻ്റെ തന്നെ വേറെ ഹെഡ്ഫോൺ ഉണ്ട്, അതും ഇതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. സോ നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്ഫോണുകൾ ഈ ഒരു 1400-1300 ആ റേഞ്ചിലെ നല്ല ഹെഡ്ഫോണുകളുടെ കൂട്ടത്തിലെ ഒരു നല്ല ഹെഡ്ഫോണാണ് ഈ 450 എന്ന് പറയുന്ന മോഡൽ. സോ അതാണ് ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.